ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി അക്കൗണ്ട്സിൻ്റെ ക്ലാസ് 2 ആണ്. ഇവിടെ നമ്മൾ ഇഷ്യൂ ഷെയർസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു കമ്പനി അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് സമാഹരിക്കുന്നത് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണെന്നറിയാം അല്ലേ. അപ്പോൾ അങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളും അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഇഷ്യൂ ഷെയർസ് രണ്ട് തരത്തിലാണുള്ളത്, ഫോർ ക്യാഷും അതുപോലെ തന്നെ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷും. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മറന്നു പോകരുത്. ആദ്യത്തേതാണ് ഫോർ ക്യാഷ്, അതായത് ക്യാഷിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാഷിന് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, എന്താണ് ഫണ്ട് സമാഹരിക്കുന്നു അല്ലെങ്കിൽ ക്യാഷ് പബ്ലിക്കിൽ നിന്ന് സമാഹരിക്കുന്നു. അങ്ങനെ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമതാണ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, അതായത് നമുക്ക് കൺസിഡറേഷൻ ആയിട്ട് കിട്ടുന്നത് ക്യാഷ് ആയിരിക്കില്ല, ക്യാഷിന് പകരം മറ്റെന്തെങ്കിലും ആയിരിക്കും. അതാണ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ക്യാഷ് ആയിരിക്കില്ല കിട്ടുന്നത്, മറ്റെന്തെങ്കിലും എന്തോ ഒരു സാധനത്തിന്റെ കൺസിഡറേഷൻ ആയിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്, ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇഷ്യൂ ഷെയർസ് രണ്ട് തരത്തിലാണുള്ളത്, ഫോർ ക്യാഷും അതുപോലെ തന്നെ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷും. ഇനി തന്നെ ഫോർ ക്യാഷിൽ നമുക്ക് ഇഷ്യൂ ഷെയർസ് 3 തരത്തിലുണ്ട് എന്ന് പറയാം. അറ്റ് പാർ, അറ്റ് എ പ്രീമിയം, അറ്റ് എ ഡിസ്കൗണ്ട്. എന്താണ് അറ്റ് പാർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ അറ്റ് എ പ്രീമിയം, അതുപോലെ അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ക്യാഷിന് തന്നെയാണ്. 3 തരത്തിൽ നമുക്ക് ഇങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നാമത്തത് അറ്റ് പാർ. അറ്റ് പാർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിസിനസിന്റെ ഷെയർ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ അതിന്റെ ഫേസ് വാല്യൂവിന് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് ഇഷ്യൂ അറ്റ് പാർ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ അറ്റ് എ പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കമ്പനിയുടെ ഷെയർ അതിൻ്റെ ഫേസ് വാല്യൂവിനേക്കാൾ കുറച്ചും കൂടി കൂടുതലുള്ള ഹയർ ഇതാണ് അല്ലേ, ഫേസ് വാല്യൂവിനേക്കാൾ കുറച്ചുകൂടി കൂട്ടിയാണ് നമ്മുടെ ഇഷ്യൂ ചെയ്യുന്നത്, കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇഷ്യൂ അറ്റ് എ പ്രീമിയം എന്ന് പറയാം. ഇനി ഡിസ്കൗണ്ട് എന്തായിരിക്കും, നമ്മൾ ഈ രണ്ടെണ്ണം പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് തനിയെ തന്നെ ഊഹിക്കാം അല്ലേ. എന്താണ്, ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞൊരു എമൗണ്ടിനാണ് എങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം, അറ്റ് എ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറയാം. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ് ഇഷ്യൂ ഷെയർസ് ഫോർ ക്യാഷിൽ അറ്റ് എ പാർ, അറ്റ് എ പ്രീമിയം, അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ രണ്ടാമത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആണ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അതായത് ഇവിടെ നമ്മൾ ഷെയർസ്, കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ക്യാഷ് അല്ലെങ്കിൽ ഫണ്ട് സമാഹരിക്കാനായിരിക്കില്ല, വേറെ എന്തോ രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഏതൊക്കെയാണ് ആ പർപ്പസ്? ഇഷ്യൂ ഷെയർസ് ടു വെൻഡേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണല്ലേ, വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, നമുക്ക് അസറ്റ് കടത്തിന് തരുന്ന സെല്ലർ അല്ലെങ്കിൽ സപ്ലയറെയാണ് നമ്മൾ വെൻഡേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ നമ്മുടെ ബിസിനസ്സിലേക്ക് അസറ്റ് കടത്തിന് തന്നു, അവർക്ക് ക്യാഷിന് പകരമായിട്ട് നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ്, ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ നമ്മുടെ ഫസ്റ്റ് കാറ്റഗറിയാണ് എന്ത്, ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിലെ ഫസ്റ്റ് കാറ്റഗറി എന്താണ്, ഇഷ്യൂ ഷെയർസ് ടു വെൻഡേഴ്സ്. വെൻഡേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. പകരം വെൻഡേഴ്സ് അവർ ക്യാഷ് തരുമോ? ഇല്ല, ഓൾറെഡി അവരൊരു അസറ്റ് നമുക്ക് കടത്തിന് തന്നിട്ടുണ്ട്, അതിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യുന്നത്, ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത് പറയേണ്ടത് ഇഷ്യൂ ഷെയർസ് ടു പ്രൊമോട്ടേഴ്സ് ആണ്. നമുക്കറിയാം, ഒരു കമ്പനി അതിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് ഒരു പ്രോപ്പർ പൊസിഷനിൽ എത്തണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നം ഉണ്ട് അല്ലേ. ഒരു ഇൻകോർപ്പറേഷന് മുന്നേ തന്നെ എന്ത് വേണം, ഒരുപാട് ആൾക്കാരുടെ പ്രയത്നമുണ്ട്. ആ ആൾക്കാരെയാണ് നമ്മൾ ആരെന്ന് പറഞ്ഞത്, പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞത്. ആ പ്രൊമോട്ടേഴ്സിനും ഇതുപോലെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കാറുണ്ട്. അവരുടെ കയ്യിൽ നിന്നും ക്യാഷിന് വേണ്ടിയിട്ടല്ല, അവർ ചെയ്ത ആ ഒരു ജോലി അല്ലെങ്കിൽ അത്രയും നാൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച, കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പങ്കാണ് ഷെയർ എന്ന് പറഞ്ഞത് അല്ലേ, ആ ഒരു പങ്ക്. അപ്പോൾ അങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് ക്യാഷ് കിട്ടുന്നില്ല, പകരം എന്താണ്, കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ആണ്, അവർ അത്രയും നാൾ ചെയ്ത വർക്കിന്റെ കൺസിഡറേഷൻ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയും നമുക്ക് ഷെയർ എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ ഉള്ളത്, ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഇഷ്യൂ ഷെയർസ് ടു വെൻഡേഴ്സ്, അതുപോലെ തന്നെ ഇഷ്യൂ ഷെയർസ് ടു പ്രൊമോട്ടേഴ്സ്. അപ്പോൾ ഈ രണ്ട് പേരുകൾ ഓർത്തിരിക്കുക, വ്യക്തികളാണ് വെൻഡേഴ്സും അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഷെയർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് തരത്തിൽ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാം. ഇഷ്യൂ ഷെയർസ് ഫോർ ക്യാഷും അതുപോലെ തന്നെ ഇഷ്യൂ ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അതുപോലെ തന്നെ ക്യാഷിനെ അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രീമിയം, ദെൻ ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്.
പിന്നീട് നമ്മൾ പറഞ്ഞത് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിൽ രണ്ടായിട്ടായിരുന്നു, ഇഷ്യൂ ഷെയർസ് ടു വെൻഡേഴ്സും ഇഷ്യൂ ഷെയർസ് ടു പ്രൊമോട്ടേഴ്സും. ഇനി നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം ഷെയർസ് മേ ബി ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ടേംഡ് ആസ്. എന്താണ് നമുക്കറിയാം, ഷെയർ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാഷിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു പറഞ്ഞു. അറ്റ് എ പാർ, പ്രീമിയം, ഡിസ്കൗണ്ട്. അപ്പോൾ ഷെയർസിന്റെ പ്രൈസിനെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമുക്ക് 3 രീതിയിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അറ്റ് എ പാർ, അറ്റ് എ പ്രീമിയം ഓർ അറ്റ് എ ഡിസ്കൗണ്ട്. ഇനി എന്താണ് പാർ എന്ന് നോക്കാം. അറ്റ് എ പാർ അല്ലെങ്കിൽ പാറിനാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ എ കമ്പനി ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദെയർ നോമിനൽ വാല്യൂ. എന്താണ്, വിച്ച് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ നോമിനൽ വാല്യൂ ഈസ് കോൾഡ് ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ. അതായത് ഒരു ഷെയറിന്റെ നോമിനൽ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ അതിന് എക്സാക്ട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിന് തന്നെയാണ് ആ കമ്പനി എന്താണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് എങ്ങനെ പറയാം, ഇഷ്യൂ ഷെയർസ് അറ്റ് എ പാർ എന്ന് പറയാം അല്ലേ. ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ. അതായത് ഇപ്പോൾ ഒരു ഷെയറിന്റെ വില, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ഷെയറിന്റെ വില 100 രൂപയാണെന്ന് വിചാരിക്കുക. ഫേസ് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്, നോമിനൽ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കുക. ആ 100 രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ, അതായത് ആ സമയത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ, അപ്പോൾ അവിടെ എന്തായി, ₹100 എക്സാക്ട്ലി ഈക്വൽ ആയി അല്ലേ. 100 തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം, അറ്റ് പാർ എന്ന് പറയാം. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്, വെൻ എ കമ്പനി ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദെയർ നോമിനൽ വാല്യൂ. എന്താണ്, ആ ഷെയറിന്റെ നോമിനൽ വാല്യൂവിന് കൃത്യമായിട്ട് ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി പ്രീമിയം എന്താണ്, അറ്റ് എ പ്രീമിയം. അതായത് ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രീമിയം എന്താണെന്ന് നോക്കാം. When a company issue shares at a price which is more than the nominal value. എന്താണ്, which is more than the nominal value of that share. അതായത് ഒരു ഷെയറിന്റെ നോമിനൽ വാല്യൂ എത്രയാണോ അതിനേക്കാൾ കൂടിയ ഒരു എമൗണ്ടിനാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയം. നേരത്തെ നമ്മൾ പറഞ്ഞ ആ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ 100 രൂപയുടെ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്തപ്പോൾ ഒരു 110 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, നോമിനൽ വാല്യൂവിനേക്കാൾ കുറച്ചുകൂടി കൂടിയ എമൗണ്ട് ആണ് ഏതെന്ന് പറയുന്നത്, 110 എന്ന് പറഞ്ഞത്. അപ്പോൾ ആ 110നാണ് നമ്മുടെ 100 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള ഷെയർ ഇഷ്യൂ ചെയ്തത് എങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറയാം. അതാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് കോൾഡ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. അപ്പോൾ 2 ടേമുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഏതൊക്കെയായിരുന്നു, ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ നമുക്കറിയാം നോമിനൽ വാല്യൂവിന് എക്സാക്ട്ലി ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് എങ്കിൽ ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ ആണ്. പ്രീമിയത്തിലാവുമ്പോൾ എന്താണ്, വിച്ച് ഈസ് മോർ ദാൻ ദി നോമിനൽ വാല്യൂ. അതായത് നോമിനൽ വാല്യൂവിനേക്കാൾ കൂടിയൊരു എമൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ പ്രീമിയം എന്ന് പറയാം. ഇനി നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി എന്താണ്, ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്. എന്താണ്, വെൻ എ കമ്പനി ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ലെസ് ദാൻ ദി നോമിനൽ വാല്യൂ. ഇമ്പോർട്ടൻ്റ് ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ദി നോമിനൽ വാല്യൂ ഓഫ് ദി ഷെയർസ്. എന്താണ്, ഒരു ഷെയറിന്റെ നോമിനൽ വാല്യൂവിനേക്കാൾ കുറഞ്ഞ ഒരു എമൗണ്ടിനാണ് നമ്മുടെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറയാം. ഈ സെയിം എക്സാമ്പിൾ എടുക്കുകയാണ്, 100 രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ ഒരു 90 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തതെന്ന് വിചാരിക്കൂ. അപ്പോൾ എന്താണ്, 100 രൂപയുടെ ഷെയർ 90 രൂപയെന്ന് പറഞ്ഞാൽ എന്താണ്, 100നേക്കാൾ ചെറിയൊരു എമൗണ്ട് ആണ്. അങ്ങനെ ആ ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂവിനേക്കാൾ ചെറിയൊരു എമൗണ്ടിനാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തത് എങ്കിൽ ആ ഇഷ്യൂവിനെ നമ്മൾ വിളിച്ച പേരാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ ക്ലിയർ ആയി. പാർ പറഞ്ഞു, പ്രീമിയം, അതുപോലെ തന്നെ ഡിസ്കൗണ്ട്. പാർ എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ഈക്വൽ ടു ദി നോമിനൽ വാല്യൂ ആണ്. പ്രീമിയം എന്ന് പറയുമ്പോൾ മോർ ദാൻ ദി നോമിനൽ വാല്യൂ ആണ്. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ദി നോമിനൽ വാല്യൂ ആണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ദി ഷെയർ ഇഷ്യൂ ഓഫ് ഡിസ്കസ്ഡ് ബിലോ. എന്താണ്, സ്റ്റെപ്പാണ് അല്ലേ. ഷെയർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യണം, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. മറന്നു പോകരുത്, ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. നമ്മളൊരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ ഓരോ ഘട്ടമായിട്ടാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. കമ്പനീസ് ആക്ട് 2013 പ്രോസ്പെക്ടസിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ 70 ആണ്. മറന്നു പോകരുത്,
2 സബ്സെക്ഷൻ 70ൽ പ്രോസ്പെക്ടസിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. എന്താണെന്ന് നോക്കാം. പ്രോസ്പെക്ടസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എനി ഡോക്യുമെന്റ് വിച്ച് ഈസ് ഡിസ്ക്രൈബ്ഡ് ഓർ ഇഷ്യൂഡ് ആസ് എ പ്രോസ്പെക്ടസ്. സിമ്പിൾ അല്ലേ? എന്താണ്? എനി ഡോക്യുമെന്റ് ആണ്, ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ എനി ഡോക്യുമെന്റ് ആണ്. ഇവിടെ എന്താണ്? വിച്ച് ഈസ് ഡിസ്ക്രൈബ്ഡ് ഓർ ഇഷ്യൂഡ് ആസ് എ പ്രോസ്പെക്ടസ്. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്ടസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഏത് ഡോക്യുമെന്റിനെയും നമുക്ക് എന്തെന്ന് പറയാം? സെക്ഷൻ 2 സബ്സെക്ഷൻ 17 പ്രകാരം ഒരു പ്രോസ്പെക്ടസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. എ പ്രോസ്പെക്ടസ് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് ബൈ വിച്ച് എ പബ്ലിക് കമ്പനി റൈസ്ഡ് മണി ഫ്രം ഇൻവെസ്റ്റേഴ്സ്. എന്താണ്? ഒരു പബ്ലിക് കമ്പനിക്ക് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പബ്ലിക് കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഡോക്യുമെന്റ് എന്ത് ചെയ്തിരിക്കണം? ഇഷ്യൂ ചെയ്തിരിക്കണം. അപ്പോൾ ആ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റിനെ, ലീഗൽ ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഒരു പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞത്. അപ്പോൾ കമ്പനിക്ക് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ആപ്ലിക്കേഷൻ ഫോർ ഷെയർസ് ആണ്. നമ്മൾ ഷെയറിന്റെ ആപ്ലിക്കേഷൻ വിളിക്കണം അല്ലേ? ആഫ്റ്റർ ഗോയിങ് ത്രൂ ദി പ്രോസ്പെക്ടസ് ഓഫ് ദി കമ്പനി, ഇൻട്രസ്റ്റഡ് ഇൻവെസ്റ്റേഴ്സ് അപ്ലൈസ് ഫോർ ഷെയർസ് എലോങ് വിത്ത് ദി ആപ്ലിക്കേഷൻ ഫീ. അതായത് പ്രോസ്പെക്ടസിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം പറയൂലേ, എന്നാണ് ആപ്ലിക്കേഷൻ വിളിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ പൈസ എത്രയാണ്, അതായത് എമൗണ്ട് എത്രയാണ്, എന്നാണ് അടയ്ക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ പ്രോസ്പെക്ടസിൽ കാണും. അത് കണ്ടതിന് ശേഷം പബ്ലിക് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, എല്ലാവരും വാങ്ങിക്കണമെന്നുണ്ടോ? ഇല്ല. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഈ ഷെയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം എലോങ് വിത്ത് ആപ്ലിക്കേഷൻ ഫീ. മറന്നു പോകരുത്. അപ്ലൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ എന്തും കൂടെ അടച്ചിരിക്കണം? ആപ്ലിക്കേഷൻ ഫീയും കൂടെ അടച്ചിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഷെയറിന്റെ വില എന്ന് പറയുന്നത് ഒരു 100 രൂപ. ഒരു ഷെയറിന്റെ വിലയാണ് പറയുന്നതെന്ന് വിചാരിക്കുക. ഈ 100 രൂപയും ഒരുമിച്ചല്ല കമ്പനി എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. അതിനെ പല ഇൻസ്റ്റാൾമെന്റ് ആക്കിയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ മണിയായിട്ട് കുറച്ച് എമൗണ്ട് വിളിക്കും. അതായത് ഈ ആപ്ലിക്കേഷൻ ഫീ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആപ്ലിക്കേഷൻ മണിയായിട്ട് കുറച്ച് എമൗണ്ട് വിളിക്കുന്നു. പിന്നീട് അലോട്ട്മെന്റ് മണിയായിട്ട് വിളിക്കുന്നു. പിന്നെ ഫസ്റ്റ് കോൾ ആയിട്ട് വിളിക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് കോൾ ആയിട്ട് വിളിക്കുന്നു. ചിലപ്പോൾ ഫസ്റ്റ് കോളിൽ തീരും. അത് കമ്പനിയുടെ ആ ഒരു ഇഷ്ടം അനുസരിച്ചിട്ടാണ്. ഇതുപോലെ പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് എന്ത് കളക്ട് ചെയ്യുന്നത്? നമ്മുടെ ഷെയറിന്റെ എമൗണ്ട് പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ, അതായത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഷെയർസിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവർ എന്തടയ്ക്കണം? ഒരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ചില സമയത്ത് ആപ്ലിക്കേഷൻ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത്, അതായത് ഇൻട്രസ്റ്റഡ് ഇൻവെസ്റ്റേഴ്സ് അവർ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ ആപ്ലിക്കേഷൻ ചില സമയത്ത് ഓവർ ആകാനും ചില സമയത്ത് അണ്ടർ ആവാനും ചാൻസ് ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. വെൻ ദി നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഫോർ ഈസ് മോർ ദാൻ ദി നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്. എന്താണ് മോർ ദാൻ ദി നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്? നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസിനേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷൻസ് നമുക്ക് സ്വീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ആണ് വന്നത് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. മറന്നു പോകരുത്. എന്താണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ്? നമ്മൾ അല്ലെങ്കിൽ കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസിനേക്കാൾ കൂടുതൽ പബ്ലിക്ക് എന്ത് ചെയ്യാണ്? ആപ്ലിക്കേഷൻ വരികയാണ്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ വരുമ്പോൾ അതിൽ കൂടുതൽ എണ്ണം വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത്. എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ 100 രൂപ വിലയുള്ള ഒരു 1000 ഷെയർസ് ആണ് നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്തതെന്ന് വിചാരിക്കുക. 1000 ഷെയർസിനുള്ള ആ ഒരു ഓഫറാണ് കൊടുത്തത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഓഫർ കൊടുത്തു കഴിഞ്ഞു അല്ലേ? ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആപ്ലിക്കേഷൻ ഓഫ് ഷെയർസ് കിട്ടും. നമ്മൾ പറഞ്ഞ ഈ ഇൻട്രസ്റ്റഡ് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യൂലേ? അപ്ലൈ ഫോർ ഷെയർസ് ചെയ്യും. ഷെയർസിന് വേണ്ടിയിട്ട് അവർ അപ്ലൈ ചെയ്യും. ആ ആപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് 1000 നമ്മൾ ഇഷ്യൂ ചെയ്തെങ്കിലും ഒരു 1500 ആപ്ലിക്കേഷൻ നമുക്ക് വരികയാണെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത്. കാരണം എന്താ? കമ്പനി ഇഷ്യൂ ചെയ്തത് 1000 ഷെയർസ്, 1000 നമ്പർ ഓഫ് ഷെയർസേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ വന്നത് എത്രയാണ്? 1500 അല്ലെങ്കിൽ അതിനേക്കാൾ, അതായത് 1000-നേക്കാൾ മുകളിലുള്ള ഒരു സംഖ്യയിലുള്ള ആപ്ലിക്കേഷൻ ആണ് വന്നത് എങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. ഇതുപോലെ തന്നെ നേരെ തിരിച്ചും സംഭവിക്കാം അല്ലേ? എന്താണ്? ദ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ദി ഇഷ്യൂ ഷെയർസ് ഈസ് ലെസ് ദാൻ ദി എക്സ്പെക്റ്റഡ്. എന്താണ്? നമ്മൾ ഇഷ്യൂ ചെയ്ത, കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസിനേക്കാൾ
കുറവാണ് ആപ്ലിക്കേഷൻ വന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ? കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസിനേക്കാൾ കുറവാണ് നമ്മുടെ പബ്ലിക് എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് പറയാൻ പറ്റുന്ന പേരെന്താണ്? അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണ്. സെയിം എക്സാമ്പിളിൽ 1000 നമ്മൾ ഇഷ്യൂ ചെയ്ത സമയത്ത് ഒരു 750 ആപ്ലിക്കേഷനെ വന്നിട്ടുള്ളൂ എങ്കിൽ ഈ ഒരു പ്രതിഭാസത്തെ നമുക്ക് എന്തെന്ന് പറയാം? അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ്? രണ്ട് ടേം നമ്മൾ പറഞ്ഞു, ഓവർ സബ്സ്ക്രിപ്ഷനും അണ്ടർ സബ്സ്ക്രിപ്ഷനും. ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്യൂ ചെയ്തതിനേക്കാൾ കൂടുതൽ. ഓവർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഇഷ്യൂ ചെയ്തതിനേക്കാൾ കൂടുതലാണ് എന്ത്? ആപ്ലിക്കേഷൻ വന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. ഇനി ഇഷ്യൂ ചെയ്തതിനേക്കാൾ കുറവാണ് ആപ്ലിക്കേഷൻ വന്നത് എങ്കിൽ അതിനെ നമുക്ക് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. ദ എമൗണ്ട് പെയ്ഡ് ഫോർ ദി ആപ്ലിക്കേഷൻ മണി മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 5% ഓഫ് ദി നോമിനൽ എമൗണ്ട് ഓഫ് ദി ഷെയർ. എന്താണ്? നമ്മൾ ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിക്കേണ്ടത് ഉറപ്പായിട്ടും എന്താണ്? അറ്റ്ലീസ്റ്റ് 5% അല്ലെങ്കിൽ 5% നമ്മുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസിന്റെ 5% നമ്മൾ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിക്കണം. നമ്മളിവിടെ 100 രൂപയാണ് ഒരു ഷെയറിന്റെ വില എന്ന് പറഞ്ഞു അല്ലേ? ആ 100ന്റെ 5% എന്തായിരിക്കണം? ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിക്കണം. അതിൽ കുറവ് പറ്റില്ല, കൂടുതൽ പറ്റും. അപ്പോൾ അറ്റ്ലീസ്റ്റ് 5% നമ്മുടെ ഷെയറിന്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിന്റെ അറ്റ്ലീസ്റ്റ് 5% എന്തായിട്ട് സ്വീകരിക്കണം? ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിക്കണം. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോർ ഷെയറിന്റെ കൂടെയാണ്, അതായത് ഒരു ഷെയറിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെയാണ് എന്ത് സ്വീകരിക്കുന്നത്? ആപ്ലിക്കേഷൻ മണി സ്വീകരിക്കുന്നത്. പല ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ പറഞ്ഞു. ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, അതുപോലെ തന്നെ കോൾ മണി. കോൾ മണിക്കകത്ത് ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ അങ്ങനെ വരാം. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുമ്പോൾ, അതായത് അപ്ലൈ ഫോർ ഷെയർ ചെയ്യുമ്പോൾ തന്നെ അവർ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ മണി അടയ്ക്കണം. ആ ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് നമ്മുടെ ഷെയറിന്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിന്റെ 5% എങ്കിലും വേണം, അതിൽ കുറയാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ രണ്ട് ടേം പറഞ്ഞു, ഓവർ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ അണ്ടർ സബ്സ്ക്രിപ്ഷനും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ആണ്. അതായത് ഇപ്പൊ അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് എന്ത് കൊടുക്കണം? ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കണം. കമ്പനി ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മളൊരു ഓഫറാണ് വെച്ചത്. അപ്പോൾ അവർ ആപ്ലിക്കേഷൻ വന്നു അല്ലെങ്കിൽ അപ്ലൈ ഫോർ ഷെയർസ് നൽകി. അതിനുശേഷം എന്ത് നൽകുന്നു? ഒരു അലോട്ട്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് മീൻസ് ഗ്രാൻഡിങ് ഓഫ് ഷെയർസ് ടു ദി ആപ്ലിക്കൻസ്. എന്താണ്? ഷെയർ അപ്ലൈ ചെയ്തവർക്ക് അത് ഗ്രാൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അത് എങ്ങനെയായിരിക്കണം? ഓൺ ദി ബേസിസ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ബൈ ദം. എന്താണ്? പബ്ലിക് എത്രമാത്രമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് അതിന്റെ ബേസിൽ ഓരോ ആപ്ലിക്കൻസിനും എന്താണ്? ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഷെയർ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞത്. ബിഫോർ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്താണ്? ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇറ്റ് ഈസ് ടു ബി assured that the company has received minimum subscription. എന്താണ്? നമ്മൾ ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ കമ്പനി എന്ത് അഷ്വർ ചെയ്തിരിക്കണം? അവർക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പായി എന്ന് എന്തിരിക്കണം? ഉറപ്പാക്കണം. മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായി എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത ആർക്കാണ്? കമ്പനിക്കാണ്. അത് ഉറപ്പായെങ്കിൽ മാത്രമേ കമ്പനി എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഷെയർ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ എന്ത് മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്ത് അഷ്വർ ചെയ്യണം? മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായോ എന്ന് നമ്മൾ അഷ്വർ ചെയ്യണം. കമ്പനി അഷ്വർ ചെയ്യണം. ആഫ്റ്റർ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ബൈ ദി കമ്പനി ദ ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ടു പേ ദി റിമൈനിങ് എമൗണ്ട് ഡ്യൂ ഓൺ ഷെയർസ് അക്കോർഡിംഗ് ടു ദി പ്രൊസീജിയർ മെൻഷൻഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. അതായത് നമ്മളിവിടെ മിനിമം സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉറപ്പാക്കി, അതായത് കമ്പനിക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യും? കമ്പനി അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് നടത്തും. അങ്ങനെ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് നടത്തുകയാണെങ്കിൽ ആ അലോട്ട്മെന്റിന് ശേഷം എന്ത് ചെയ്യണം? അലോട്ട്മെന്റിന് ശേഷം ഈ ആപ്ലിക്കൻസ് ആരായിട്ട് മാറും? ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറും ഇല്ലേ? കാരണം ഷെയർ കിട്ടിയവർക്ക് ഇനി അവർ ആപ്ലിക്കൻസ് അല്ല, അവർ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യണം? ബാക്കിയിരിക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ, നമ്മളൊരു 5% അറ്റ്ലീസ്റ്റ് ഒരു 5% ആണ് നമ്മൾ ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിച്ചത്. ബാക്കി ഒരു 95%ഉം നമുക്കിനി എന്താണ്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്ക് തരാനുണ്ട് അല്ലേ?
അപ്പോൾ അതായത് ആ ബാക്കിയിരിക്കുന്ന 95% നമ്മുടെ കമ്പനി എന്ത് ചെയ്യണം, അതായത് പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്യുന്ന രീതിയിൽ ആ ഷെയർ ഹോൾഡേഴ്സ് ബാക്കിയുള്ള എമൗണ്ട് തരാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അലോട്ട്മെന്റ് ഓഫ് ഷെയർസിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാൻഡിങ് ഓഫ് ഷെയർസ് ടു ദി ആപ്ലിക്കൻസ് ആണ്. അതുപോലെ തന്നെ ഈ അലോട്ട്മെന്റ് പ്രൊസീജിയറിന് മുന്നേ തന്നെ എന്ത് ഉറപ്പാക്കണം കമ്പനി? മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായി എന്ന് ഉറപ്പാക്കുക. അതുപോലെ തന്നെ അലോട്ട്മെന്റിന് ശേഷം എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ടു പേ ദി റിമൈനിങ് എമൗണ്ട്, അതായത് ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിച്ചത് കൂടാതെ ബാക്കി എത്ര എമൗണ്ട് ആണോ കൊടുക്കാനുള്ളത് അത് ആര് നൽകണം? ഷെയർ ഹോൾഡേഴ്സ് നൽകണം. എങ്ങനെയായിരിക്കണം? അക്കോർഡിംഗ് ടു ദി പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ പ്രൊസീജിയർ മെൻഷൻഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ അനുസരിച്ച് ചിലപ്പോൾ ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിച്ചതിന്റെ ബാക്കി അലോട്ട്മെന്റ് മണിയും ഫസ്റ്റ് കോളും മാത്രമായിരിക്കും, ചിലപ്പോൾ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ആയിരിക്കും. അത് എന്താണോ പ്രോസ്പെക്ടസിൽ എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ത് കൊടുക്കണം? ബാക്കിയിരിക്കുന്ന റിമൈനിങ് എമൗണ്ട് പേ ചെയ്യേണ്ടതാണ്. അവിടെയാണ് നമ്മൾ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് പറയുന്നത്. ഇനി നമ്മുടെ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് കഴിഞ്ഞാൽ നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പാണ് ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ ലെറ്റർ ഓഫ് റിഗ്രറ്റ്. എന്താണ് അലോട്ട്മെന്റ്? അതായത് ആർക്കൊക്കെയാണോ അലോട്ട് ചെയ്തത് അവർക്ക് നമുക്ക് ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് കൊടുക്കാം. അതുപോലെ തന്നെ ആരെയൊക്കെയാണോ നമ്മുടെ കമ്പനി റിഗ്രറ്റ് ചെയ്തത്, അലോട്ട്മെന്റിൽ നിന്ന് റിഗ്രറ്റ് ചെയ്തത്, അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ലെറ്റർ ഓഫ് റിഗ്രറ്റ് കൊടുക്കണം. അപ്പൊ ഏത് സ്റ്റേജിലാണ് ഇത് നൽകേണ്ടത് നമുക്ക് നോക്കാം. ദ നെക്സ്റ്റ് സ്റ്റേജ് ഇൻ ദി ഇഷ്യൂ ഷെയർസ് ഈസ് ഡിസ്പാച്ചിങ് ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് ടു ദോസ് ആപ്ലിക്കന്റ് ടു ഹൂം ഷെയർസ് ഹാവ് ബീൻ അലോട്ടഡ്. എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് ആർക്ക് നൽകണം? ആർക്കാണോ, അതായത് അപ്ലൈ ചെയ്തതിൽ ആർക്കാണോ ഷെയർ അലോട്ട് ചെയ്തത് അവർക്ക് എന്ത് നമ്മൾ ഡിസ്പാച്ച് ചെയ്യണം? ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് ഡിസ്പാച്ച് ചെയ്യണം. അപ്പൊ ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് കിട്ടുന്ന ആർക്കായിരിക്കും? ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും അല്ലേ? അതായത് അവരുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ച് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിനാണ് എന്ത് കിട്ടുന്നത്? ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് കിട്ടുന്നത്. അപ്പോൾ എന്തായിരിക്കും ലെറ്റർ ഓഫ് റിഗ്രറ്റ് എന്ന് പറഞ്ഞത്? ലെറ്റർ ഓഫ് റിഗ്രറ്റ് ആർ ടു ബി സെൻഡ് ടു ഹൂം ഷെയർസ് ആർ നോട്ട് അലോട്ടഡ്. എന്താണ് ഷെയർ അലോട്ട് ചെയ്യാത്ത? നമ്മൾ പറഞ്ഞു ഓവർ സബ്സ്ക്രിപ്ഷൻ ഒക്കെ വരുന്ന സമയത്ത് എല്ലാവർക്കും കൂടെ കൊടുക്കാൻ ഷെയർസ് കാണുമോ? ഇപ്പൊ നമ്മൾ 1000 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു 1500 വരികയാണെങ്കിൽ ഈ 500 ഷെയർ എക്സ്ട്രാ അവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ? അതായത് അത്രയും ഷെയർ ഇനി ഇല്ല, ഇത്രയും പേർക്ക് തരാനുള്ള ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്ന സമയത്ത് ആ ഷെയർസിന്റെ ആപ്ലിക്കേഷൻ മണി നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ അവർക്ക് എന്തയക്കണം? ലെറ്റർ ഓഫ് റിഗ്രറ്റ്. കാരണം അവർക്ക് ആപ്ലിക്കേഷൻ മണി അവരുടെ ആപ്ലിക്കേഷൻ മണി സ്വീകരിക്കുന്നില്ല. കാരണം എന്താണ്? അത്രയും ഷെയർസ് നമുക്കില്ല, അതുകൊണ്ട് നിങ്ങളെ നമ്മുടെ ഷെയർ ഹോൾഡർ ആക്കുന്നില്ല, ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് നൽകണം? ലെറ്റർ ഓഫ് റിഗ്രറ്റ് നൽകണം. അപ്പൊ ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ആർക്കാണോ ഷെയർ അലോട്ട് ചെയ്ത് നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആക്കിയത് അവർക്കാണ് ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് കൊടുക്കുന്നത്. പക്ഷേ ലെറ്റർ ഓഫ് റിഗ്രറ്റ് ആർക്കാണ് കൊടുക്കുന്നത്? നമുക്ക് ആപ്ലിക്കേഷൻ, അതായത് ആപ്ലിക്കേഷൻ വന്നു പക്ഷേ ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കാത്ത, ഷെയർസ് ആർ നോട്ട് അലോട്ടഡ് എന്നാണ് പറഞ്ഞത്, ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കാത്ത വ്യക്തികൾക്കാണ് എന്ത് ഡിസ്പാച്ച് ചെയ്യേണ്ടത്? ലെറ്റർ ഓഫ് റിഗ്രറ്റ് ഡിസ്പാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു, ലെറ്റർ ഓഫ് അലോട്ട്മെന്റും ലെറ്റർ ഓഫ് റിഗ്രറ്റും. ഇനി അതിനുശേഷം നമുക്ക് വരുന്ന നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പാണ് മേക്കിംഗ് കോൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആപ്ലിക്കേഷൻ മണി മാത്രമാണ് ആപ്ലിക്കേഷന്റെ കൂടെ സ്വീകരിക്കുന്നത്, ബാക്കിയുള്ളത് പല പല കോൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കമ്പനി ഡിമാൻഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ ഓരോ കോളും വിളിക്കുക എന്നുള്ളതാണ് നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എ കോൾ ഈസ് എ ഡിമാൻഡ് മെയ്ഡ് ബൈ ദി കമ്പനി ഓൺ ഇറ്റ്സ് മെമ്പേഴ്സ് ടു പേ ദി ഹോൾ ഓർ പാർട്ട് ഓഫ് ദി അൺപെയ്ഡ് എമൗണ്ട് ഓൺ ഷെയർസ് ഹെൽഡ് ബൈ ദം. എന്താണ് പറഞ്ഞത്? കോൾ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് മെയ്ഡ് ബൈ ദി കമ്പനിയാണ്. അതായത് കമ്പനി ഡിമാൻഡ് ചെയ്യാണ് നിങ്ങൾ തരാനുള്ള, അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് തരാനുള്ള ഫുൾ എമൗണ്ടോ അല്ലെങ്കിൽ പാർട്ട് എമൗണ്ടോ, ഇനി തരാനിരിക്കുന്ന എമൗണ്ടിന്റെ ഫുള്ളായിട്ടോ പാർട്ടായിട്ടോ അത് കമ്പനി തീരുമാനിച്ചിരിക്കും, പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കും. അത് ഡിമാൻഡ് ചെയ്യുന്നതിനെയാണ്, കമ്പനി ഡിമാൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? മേക്കിംഗ് കോൾസ് എന്ന് പറഞ്ഞത്. അപ്പോൾ കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡിമാൻഡ് മെയ്ഡ് ബൈ എ കമ്പനി ഓൺ ഇറ്റ്സ് മെമ്പേഴ്സ് to pay the whole or part of the unpaid amount on shares held by them. അതായത് അവർക്ക് ഷെയർ അലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ 10 രൂപയുടെ ഷെയർ അല്ലെങ്കിൽ 100 രൂപയുടെ ഷെയർ അലോട്ട് ചെയ്ത് കൊടുത്തപ്പം ഒരു 10 രൂപ മാത്രമായിരിക്കും സ്വീകരിച്ചത്, ബാക്കി 90 രൂപ എന്താണ്? അൺപെയ്ഡ് എമൗണ്ട് ആണ്. ആ 90നെ പല ഘട്ടങ്ങളായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ നമ്മുടെ കമ്പനി ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡിമാൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? കോൾ എന്ന് പറഞ്ഞത്. ദ കമ്പനി ക്യാൻ കളക്ട് എമൗണ്ട് ഡ്യൂ ഫ്രം മെമ്പേഴ്സ് ഇൻ 2 or 3 ഇൻസ്റ്റാൾമെന്റ്. എന്താണ്? നമ്മുടെ കമ്പനിക്ക് ബാക്കിയുള്ള അൺപെയ്ഡ് ആയിട്ടുള്ള ആ ഒരു എമൗണ്ട് മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുക അല്ലെ? അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ അതൊരു 2 or 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ വിളിച്ച പേര് ഫസ്റ്റ് കോൾ,
സെക്കൻഡ് കോൾ ആൻഡ് ഫൈനൽ കോൾ എന്നാണ്. ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ആദ്യമേ സ്വീകരിക്കും, പിന്നീട് അലോട്ട്മെന്റ് ഉണ്ട്, അലോട്ട്മെന്റ് മണി, അതുപോലെ തന്നെ ഫസ്റ്റ് കോള്, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ, അങ്ങനെ 2 or 3 എന്താണ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കമ്പനിക്ക് ബാലൻസ് ഇരിക്കുന്ന എമൗണ്ട് നമ്മുടെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഷെയർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റെപ്പ് ഇത്രയാണ്. ഇത് നിങ്ങൾ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്, കമ്പനി ലോയിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ അക്കൗണ്ടൻസിയിൽ എന്താണ് എങ്ങനെയൊക്കെയാണ് ഇത് രേഖപ്പെടുത്തേണ്ടത്, ഇതിന്റെ ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണ് എന്നാണ് പഠിച്ചിരിക്കേണ്ടത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഇതിന്റെ ഒരു തിയറി പാർട്ടായിരുന്നു.